ഹായ് ഹലോ. അങ്ങനെ ആ പത്തനംതിട്ടയിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഞാൻ മാത്രല്ല, ഇതാ അരുണേട്ടനുണ്ട്. എൻ്റെ മുടിയുടെ കളറും അരുണേട്ടൻ്റെ ഷർട്ടിൻ്റെ കളറും സെയിം ആണ്. ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ എന്തെങ്കിലും ഒന്നെങ്കിലും കോസ്റ്റ്യൂം അല്ലെങ്കിൽ മുടി ഒക്കെ സെയിം ആയിട്ടാണ് പോവാറ്. അപ്പം അങ്ങനെയാണ് ഗൈസ്. ആലുവ വിശേഷങ്ങൾ, ആലുവ പത്തനംതിട്ട വിശേഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഗുരുവായൂർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി പത്തനംതിട്ടയിലേക്കാണ്. അവിടേക്ക് പോകാനുള്ള യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് എവിടെയെങ്കിലും ഇന്ന് കഴിക്കണം. ഫുഡിന്റെ സ്പോട്ട് അറിയോന്ന് ചോദിക്കാൻ ഞാനിത് എപ്പോഴാ അപ്ലോഡ് ചെയ്യാന്ന് പോലും എനിക്ക് തന്നെ പിടുത്തല്ല. അപ്പോഴാണ് ഓന് ഫുഡിന്റെ സ്പോട്ട് അറിയോന്ന് ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ കമന്റ് ഇട്ടാലും ഇപ്പൊ നമുക്ക് പോകാനും ഇതാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ്. KSRTC മോഹൻലാൽ ചിരിഞ്ഞ് നടക്കും പോലെ പോകുന്നു. ഇനിപോലെ സിതാ പാലക്കൽ പറയും KSRTCനെയും മോഹൻലാലിനെയും ജസ്റ്റ് ഉപമിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത കണ്ടന്റും ഒക്കെ ആയി. അങ്ങനെയാണ്. അപ്പൊ പത്തനംതിട്ടയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഇനി നേരെ ഫുഡ് അടിക്കണം. ഫുഡ് എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടുമോ എന്നുള്ള നോക്കിയിട്ട് ഫുഡ് ആദ്യം കഴിക്കട്ടെ, എന്നിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യൂ, ബാക്കി വിശേഷങ്ങൾക്കായി. പോകുന്ന പോക്കിൽ കൊടുങ്ങല്ലൂർ അമ്പലം കണ്ടപ്പോൾ അവിടെ ഒന്നിറങ്ങി അമ്മയെ ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് കരുതി. ഇപ്പം ചോദിക്കും, എൻ്റെ അമ്മ ഇവിടെ കൊടുങ്ങല്ലൂരാണോ ഉള്ളതെന്ന്. അതെ, ഇവിടെ ഉള്ളതും എൻ്റെ അമ്മയാണ്. ഇവിടുന്ന് ഒരു സംഭവം നടന്നു. അത് ഞാൻ ഓൺ വോയിസ് ഒന്നും കൊടുക്കാതെ റിയലായിട്ട് തന്നെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ സ്നേഹിക്കുന്നവരാണോ എന്നെ വെറുക്കുന്നവരാണോ ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളത്. എനിക്ക് കൊടുങ്ങല്ലൂർ അമ്മയുടെ മുമ്പിൽ വെച്ച് അമ്മ എനിക്ക് കാണിച്ചു തന്നു. സന്തോഷം. ഒന്നുമില്ല. അത് ഫോട്ടോ എടുക്കുന്നു.
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എന്നെ വെറുക്കുന്നവരല്ല സ്നേഹിക്കുന്നവരാണ് കൂടുതലുള്ളത് എന്ന്. അതെല്ലാം കഴിഞ്ഞു അമ്മയുടെ അടുത്തൊന്ന് വന്ന് മനസ്സൊരുക്കിയൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. എല്ലാവരും തെറി വിളിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ട്, പക്ഷെ ഞാൻ തെറിയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അമ്മേന്ന് തന്നെ വിളിച്ചിട്ടുള്ളേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചിട്ട് തന്നെ എന്നോടൊരമ്മ കഥ പറയാൻ വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഞാൻ പറയുന്നത് വെറും തള്ളല്ല, റിയലാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. ഞാനത് കാണാതെ പോകുന്നു എന്നേ ഉള്ളൂ. ഏതായാലും ഇനി വേറൊരു അമ്മേനെയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും ഓൺ വോയിസ് കൊടുക്കുന്നില്ല, നേരെ കണ്ടോളൂ. ഇത് കാണുമ്പോൾ കുരു പൊട്ടുന്ന കുറേ സ്ത്രീകളുണ്ട്. പൊട്ടട്ടേന്നേ കുരു. കുരു അല്ലാതെ വേറെ എന്ത് പൊട്ടിക്കാൻ പറ്റും നമുക്ക്, അല്ലേ? അതുകൊണ്ട് തന്നെ നടന്നു വന്നതാണ്. പൊട്ടുന്ന കുരുകളൊക്കെ ഒന്ന് പൊട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ദേ പോകുന്ന പോക്കില് കൊടുങ്ങല്ലൂര് വന്നിട്ട് കൊടുങ്ങല്ലൂര് ദേവീനെ ഒന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. എല്ലാവരും തെറി വിളിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇവിടെ പാട്ട് തെറിപ്പാട്ടാണെന്നൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ നട അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും കൊടുങ്ങല്ലൂർ അമ്മേനെയും കാണാൻ പറ്റി, പ്രാർത്ഥിക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. തീർന്നില്ല കേട്ടോ. ഇതെൻ്റെ അടുത്തൊരു ഫോളോവർ, ഒരു ചേട്ടന് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് വരുന്ന ഓരോരോ മെസ്സേജിനും എനിക്ക് ഓരോരുത്തർ റിയാക്ഷൻ വീഡിയോ ഇടുന്നതിനൊക്കെ മറുപടി വീഡിയോ ചെയ്യുക, അല്ല മറുപടി കമൻറ്റ് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ്. ഞാൻ പറയുന്നത് ചുമ്മാതല്ല, ഞാനിങ്ങനെ മറുപടിയൊക്കെ കൊടുക്കാറുണ്ട്, സപ്പോർട്ടായിട്ട് ഞാനുണ്ട്, എൻ്റെ പേര് ഇന്ന പേരാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓരോരത് മൊബൈലിൽ കാണിച്ചു തന്ന്, അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്തതാട്ടോ. ഒരു പാവം ചേട്ടൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് കുട്ടികളെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു. ഈ സമൂഹത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഈ ചേട്ടനോട്. സിന്ദൂരച്ചിപ്പ് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചട്ടെ. എന്ത് കളറാലേ, എന്ത് രസമല്ലേ കാണാൻ. സൂപ്പർ. ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഞാൻ കുറച്ച് മോഡേൺ മമ്മിയാണ്. മണ്ടലടി ഇത് കഴിക്കണമെങ്കിൽ സഞ്ജുവിനൊക്കെ വിളിക്കേണ്ടി വരും. ഇതിങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് സ്പൂൺ എടുക്കണം ശരിക്കും. ഞാൻ പിന്നെ ഒന്നുമില്ല, ബീഫും മന്തിയും ഓക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അവന് ഇഷ്ടമല്ലാണ്ട് വീഡിയോയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്.
ഓന് ബീഫ് മന്തിയാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ചില ബീഫ് കാണല്ലേ നിങ്ങൾ, നമുക്ക് കൈ കൊണ്ടെടുക്കുമ്പോഴേക്ക് മീറ്റ് ഊരി വീണ് പോവുക, അതേപോലെയാണ് അവൻ വിചാരിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല. പക്ഷേ മീറ്റ് കുക്കായി കിട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ ചോദിക്കും ബീഫ് കൂട്ടാത്ത നീ എങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി? ഒരു ടേസ്റ്റ് ചെയ്യുന്നതിന് ഇത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കുക്കായിട്ടുണ്ട്. അല്ലാതെ എന്തോ ഒരു സ്പെഷ്യൽ മന്തിയാണ് അത് സംഭവം. എന്ത് മന്തിയാ? ബീഫ് റാൻ മന്തി. എന്തോ ഒരു റീനോ എന്തോന്ന്. നമ്മൾ പിന്നെ മോഡേൺ മമ്മി ആയതുകൊണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ എനിക്കിട്ട പേരാ മോഡേൺ മമ്മി എന്നുള്ള. അപ്പോൾ ഞാൻ പിന്നെ മോഡേൺ മമ്മി ആയതുകൊണ്ട് ഫ്രൈഡ് റൈസ് നൂഡിൽസ് കഴിച്ചു. അപ്പം അങ്ങനെയാണ്. ഇനി ഡോറയുടെയും ബുജിയുടെയും യാത്ര വീണ്ടും തുടരുകയാണ്. ഓക്കെ. ഒരു സിനിമയിലില്ലേ ദാസനും വിജയനും, അതില് വിജയൻ ദാസന്റെ അടിമയാണെന്നോ അല്ലെ ദാസൻ വിജയന്റെ അടിമയാണെന്നോ എന്തോന്നില്ലേ, അതേപോലെയാ ഞാൻ സുഖസുന്ദരമായിട്ട് കിടന്ന് യാത്ര ചെയ്യുമ്പോൾ പാവം വണ്ടി ഓടിച്ച് യാത്ര ചെയ്യുന്നു. ഞാനൊന്നും നോക്കിയില്ല, ഞാൻ സീറ്റ് അവിടെ താഴ്ത്തിയിട്ട് ഞാൻ കിടന്നു. ബേക്കിൽ നമ്മളെ പത്മനാഭനെ കാണാൻ പോകുന്ന നമ്മുടെ സ്വന്തം കണ്ണനും ഞങ്ങൾ രണ്ടാളും സുഖമായിട്ട് കിടന്നു കേട്ടോ. അങ്ങനെ പോകുന്ന പോക്കിൽ ഞാനൊരു ഡ്രസ്സ് കണ്ടു. ആ ഡ്രസ്സ് കണ്ട് നിർത്തിയതാണ്, വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവൻ വണ്ടി നിർത്താൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവൻ വണ്ടി തന്നെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഉണ്ട്, അത് ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഞാനിട്ട കോസ്റ്റ്യൂമിൻ്റെ സെയിം കളറ്. പ്രൈസും കുറവാണ്, 650 രൂപയേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു ഫ്രോക്ക് പോലത്തെ എന്താ പറയുക, നല്ല ഹാൻഡ് വർക്കൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല രസമുണ്ട് ഇട്ട് കഴിഞ്ഞപ്പം. അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി, ഞാൻ എടുത്തു. ഗോപാലൻ. അപ്പോൾ ഞാൻ ഫോട്ടോ ഇതിൻ്റെ കൂടെ വെക്കാവേ. മേടിച്ച ഡ്രസ്സ് ഏതാന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സിന്റെ ഫോട്ടോ ഞാൻ വെക്കാന്ന്. ഉള്ള ഡ്രസ്സിന്റെ മുകളിലേക്കൊന്ന് ഇട്ട് നോക്കിയതാണ്. ഇതാണ് മേടിച്ച ഡ്രസ്സ്. പോകുന്ന പോക്കിലൊന്ന് മൈജി കയറിയതാണ്, മറ്റൊന്നുമല്ല. എൻ്റെ ഫോണിലും ചാർജില്ല, അരുണിൻ്റെ ഫോണിലും ചാർജില്ല. അപ്പം നമ്മുടെ വണ്ടിയിൽ ചാർജിൽ ഇടാനുള്ള ഓപ്ഷന് ഉണ്ട്, പക്ഷേ എങ്കിൽ നമ്മൾ അതിനുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. മേടിച്ചത് എൻ്റെത് കംപ്ലൈൻ്റ് ആയി പോയത് കേട്ടോ, പിന്നീട് മേടിക്കാൻ നിന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ചാർജ് ചെയ്യുന്ന സാധനം മേടിച്ചേക്കാന്ന് കരുതിയിട്ട് കയറിയതാണ്. അന്നപ്പം ചോദിക്കേണ്ട ആളോട് ഒന്ന് വിളിച്ചു ചോദിച്ചു ഏതാണ് മേടിക്കേണ്ടത് എന്ന്. അതൊക്കെ ചോദിച്ചതിന് ശേഷം ആ ഒരു ചാർജറും മേടിച്ചു. എന്നതിന് ശേഷം കേട്ടോ ഫോണിൽ ചാർജ് കയറ്റിയത്. ഞങ്ങളുടെ രണ്ടാളുടെ ഫോണും സ്വിച്ച് ഓഫ് ആയി പോവും എന്നുള്ള അവസ്ഥയിൽ അരുണിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, എൻ്റെത് സ്വിച്ച് ഓഫ് ആയില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോൾ ഞങ്ങൾ നേരെ മൈജി കയറിയിട്ട് സാധനം മേടിച്ചു. ഇവൻ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റുമല്ലോ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കുക വെച്ചാൽ ഇതേപോലെ എല്ലാ സ്ഥലത്തും ഷോപ്പുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും കേട്ടോ. അങ്ങനെ റൂം എടുത്തു, റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു ഫോളോവർ എന്നെ ഓടി വന്ന് വിളിക്കുന്നത്. അതും കൂടി നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അതല്ലേ നല്ലത്, നാച്ചുറൽ അല്ലേ ഏറ്റവും നല്ലത്. ഹലോ, ജസ്റ്റിനാണോ? അതെ. വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതെയോ? ഗുരുവായൂരൊക്കെ ഇവിടെ വന്നാ അങ്ങനെ അതിനെ വന്നൂടാ. ശരി, ഓക്കെ. കണ്ടപ്പോൾ എന്തിനാ ഞാനിവിടെ വന്നതെന്നുള്ള ഭാഗം കട്ടാക്കി കഴിഞ്ഞിട്ടോ. അത് നാളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇന്നേ അറിയണ്ടല്ലോ, നാളത്തെ വിവരം നാളെ അറിഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നേരെ റൂമിലേക്ക് പോയിട്ടോ. അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് റൂം വരുന്നത്. മിററല്ലേ, മറ്റേ ബസന്തിനെ കാണാം നിങ്ങൾക്ക്.
അത് ഞാനല്ല കേട്ടോ, ഇത് ഞാനല്ലേ. പിന്നെ അവിടെ ഒരു കബോർഡ് കിടപ്പുണ്ട്. ഒരു ഫുഡ് കഴിക്കാനുള്ള ഇത്, ചായ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ഇങ്ങനൊരു ബേസ് വെച്ച് നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം എന്നായിരിക്കാം മേ ബി ഉദ്ദേശിച്ചത്. വാഷ്റൂം എൻ്റെ കർത്താവ്. ആ പയ്യന് നീ ഒന്നും കൊടുത്തില്ല? ആ പയ്യന് എന്തെങ്കിലും കൊടുത്തുവിടായിരുന്നു? ബാഗ് ഒരു ചെറിയൊരു പയ്യനാ. ചെല്ലേ. അപ്പൊ ഇതാണ് റൂം. എനിക്കൊന്നും വേണ്ട, എനിക്കൊരു ജ്യൂസ് പറഞ്ഞാൽ മതി. എനിക്കൊന്നും വേണ്ട. അപ്പൊ ഇതാണ് റൂം ഗൈസ്. ഇനി നമ്മളൊന്ന് ഫ്രഷ് അപ്പ് ആവട്ടെ. അപ്പോൾ ഒന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, നാളത്തെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആവണം. നാളത്തെ പരിപാടി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. അങ്ങനെ ഇവിടെ എത്തിയ വീഡിയോ നാളെ രാവിലെ തൊട്ടിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.